ഹൗ ക്യാൻ ഷീ കുക്ക്? അവള് അടുക്കള പോലും കയറില്ല, പിന്നെ എങ്ങനെ വെക്കും എന്ന് അവർക്ക് ചിന്തയുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ്. ഹായ്, എല്ലാവർക്കും ദിലാ ഹെയറിലേക്ക് സ്വാഗതം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഗൈസ് വെൽ. അപ്പോൾ ആദ്യം തന്നെ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ വലിയ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന എൻ്റെ ഫ്രണ്ട്സും പിന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ കൂടുതലായിട്ട് എനിക്ക് വരുന്ന ചോദ്യങ്ങളാണ് എൻ്റെ DMസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഷെയർ ചെയ്യാം ഒരു വീഡിയോ ആയിട്ട്. വൈ നോട്ട്, ഐ ക്യാൻ മേക്ക് എ വീഡിയോ ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് തോന്നി. സോ നമുക്ക് അതിനെ പറ്റിയാണ് ചോദ്യങ്ങൾ കേൾക്കാം. മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഒരുപാട് സംശയമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രമല്ല, മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് നീ നല്ല കുക്ക് ചെയ്യുന്നുണ്ട്, നിന്റെ കുക്കിംഗ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ലൈക്ക് ചില കുക്കിംഗ് വീഡിയോ കാണുമ്പോൾ ആളുകൾ കൊതി വരാറുണ്ട്, നീ ഇങ്ങനെയാണെങ്കിൽ ഇത്ര വേവിക്കാൻ അറിയാവും നിനക്ക്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ലൈക്ക് യുനോ അറിയില്ലല്ലോ, എല്ലാവർക്കും എൻ്റെ കഥ അറിയില്ലല്ലോ. സോ ഇപ്പം ഇങ്ങനെ ഒരു മീഡിയ ആയതുകൊണ്ട് ഐ ക്യാൻ ടോക്ക് അബൌട്ട് മൈ സ്റ്റോറി, റൈറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം പൊതുവെ വരുന്ന ക്വസ്റ്റ്യൻസ്, കുക്കിംഗ് അറിയാവോ, അങ്ങനെ കുക്കിംഗ് ഇങ്ങനെ ചെയ്യും, എങ്ങനെയാണ് അതൊക്കെ ചെയ്യാറ്, ആൻഡ് കുറേ പേര് ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ വൺ ഓഫ് മൈ ഫ്രണ്ട് വാസ് സേയിങ് അവൻ്റെ വൈഫ് എൻ്റെ ഫാനാണ്, എൻ്റെ കുക്കിംഗ് ഫാനാണ്. സോ ബട്ട് ഐ ഡോണ്ട് നോ ഹർ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം പക്ഷേ അവൻ്റെ വൈഫ് ഇങ്ങനെ എൻ്റെ ഫാനാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട്. ബട്ട് ഇറ്റ് മെയ്ഡ് മൈ ഡേ, മനസ്സിലായോ? ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷം. സോ കമ്മിങ് ടു മൈ കുക്കിംഗ് ജേർണി, വലിയ ഒരു കുക്കാണെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, അതോ ഞാനാണല്ലോ പറയേണ്ടുള്ളത്, നിങ്ങളാണല്ലോ പറയേണ്ടുള്ളത്. സോ എനിക്കങ്ങനെ തോന്നാറില്ല. പിന്നെ അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ വെക്കും. അത് ഇപ്പോഴല്ല, ഞാൻ ലൈക്ക് ഒറ്റയ്ക്കാകുമ്പോൾ വെക്കും. എനിക്കൊരു കുഴപ്പമുണ്ട്, രണ്ട് കുഴപ്പങ്ങളുണ്ട് ആക്ച്വലി. ഒരു കുഴപ്പം, ഒരു സംഭവം തന്നെ എപ്പോഴും വെക്കുന്ന ഇഷ്ടമല്ല, എന്ന് പറഞ്ഞാൽ ഒരേ റെസിപ്പി ഫോളോ ചെയ്യുന്ന ഇഷ്ടമല്ല. പിന്നെ അത് കണക്ക് തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിലേ വെക്കത്തുള്ളൂ. അത് ഒരു എന്നാൽ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് എക്സാമ്പിൾ, ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ എനിക്കത് എന്നെ അറിയാവുന്നവർക്കറിയാം, ഞങ്ങളെ വീട്ടിൽ അടുക്കള കയറാറില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം മടി, രണ്ടാമത്തെ കാര്യം അച്ഛനും അമ്മയും നല്ലപോലെ അത്യാവശ്യം നല്ല കുക്കുകളാണ് രണ്ടുപേരും. അപ്പോൾ അവർ തമ്മിൽ തന്നെ കോമ്പറ്റീഷനാണ് ആര് നല്ലപോലെ ഒരു സാധനം വെക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറാറില്ല. അവർ രണ്ടുപേരും വെക്കട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, അച്ഛൻ ഉണ്ട്, അമ്മ വെക്കും, അമ്മമ്മ വെക്കും, സോ അവരെല്ലാവരും കൂടെ ആയിരിക്കും വെക്കുന്നത്. ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറാറില്ല. അത് ഇപ്പം നാട്ടിൽ ചെന്നാലായാലും അങ്ങനെ തന്നെ കേട്ടോ. ഇത്രയും വർഷവും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെ. പിന്നെ ഇടയ്ക്ക് ഞാൻ കയറി എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ വെറൈറ്റി വെക്കുന്ന ഇഷ്ടമായതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കയറാറുണ്ട്. അല്ലാതെ പൊതുവേ ഒരു ഫംഗ്ഷൻ വന്നാൽ അവരായിരിക്കും കുക്ക് ചെയ്യാറ്. അതങ്ങനെ തന്നെയാണ്. സെയിം ഗോസ് ഇൻ മൈ വരുൺസ് പ്ലേസ് ഓൾസോ. എൻ്റെ മദർ ഇൻ ലോ, ഐ കോൾ ഹർ ലത മമ്മി. അപ്പോൾ ലത മമ്മി ആക്ച്വലി ഷീ ഈസ് ഓൾസോ ഗുഡ് കുക്ക്. അപ്പോൾ അമ്മയും നല്ല വെക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ ചെന്നാലും ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യത്തേ ഉള്ളൂ, അമ്മയാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. ബട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും വെക്കുന്നത്, പക്ഷേ മെയിൻ കുക്ക് അമ്മയായിരിക്കും. ഞാൻ അങ്ങനെ അസിസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ, അല്ല ഞാൻ മെയിനായിട്ട് കുക്ക് ചെയ്യത്തില്ല. ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ മടിയാണ് രണ്ടിടത്തായാലും. ബിക്കോസ് യുനോ പാരൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ കയറി കുക്ക് ചെയ്യണ്ടല്ലോ എന്ന്. പക്ഷെ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് വെക്കും. ഒറ്റയ്ക്കാകുമ്പോൾ എൻ്റെ സ്പേസ് കിട്ടുമ്പോഴത്തേക്കും ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദ വെരി ഫസ്റ്റ് ടൈം ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ്, അത് ഞാൻ ഡൽഹിയിൽ പോയപ്പോഴാണ്. എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടി പോയപ്പോൾ സമയത്ത് ഞാൻ ഇൻഡിഗോയിലായിരുന്നു വർക്ക് ചെയ്തത് ആ സമയത്ത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് കണക്ക് എനിക്ക് ആദ്യമൊക്കെ നമ്മൾ കടയിൽ നിന്ന് കഴിക്കും. ഓക്കെ, പിന്നെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ റൊട്ടി തിന്നാൻ പറ്റത്തില്ലല്ലോ. ഹിന്ദിക്കാരൻ നാട്ടിൽ പോയി റൊട്ടി തിന്നണമെന്നൊക്കെ പറയുന്നത് ഇച്ചിരി പാടാണ് കേട്ടോ. അത് ലിറ്ററലി ഗോതയെ പറയാൻ ഡയലോഗ് ഉള്ളതാണ്. അങ്ങനെ ഞാൻ ഇത് കണക്ക് എന്താ പറയുക, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. യൂട്യൂബിൽ തുടങ്ങും, കരിഞ്ഞു പോവും, ബഹളം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു രസമാണ്. എൻ്റെ രണ്ടും ഫ്രണ്ട്സ് ഉണ്ട്, ചേട്ടന്മാരൊക്കെ ആ ടൈമിലുള്ള, അവർക്കറിയാം. പക്ഷെ അവർ രണ്ടും നല്ല കുക്കായിരുന്നു കേട്ടോ. അവർ തൃശ്ശൂരുകാരാണ്, നല്ല വെക്കും. ആൻഡ് പക്ഷേ ലക്ലി ഐ ഗോട്ട് ഡം. അപ്പം അവർക്കൊക്കെ കുക്കിംഗ് അറിയാവുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അവർ തനക്ക് കുക്ക് ചെയ്തിട്ട് കൊണ്ടൊക്കെ വരുമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ, അപ്പം നമുക്ക് നമ്മളെ വെറൈറ്റി ഒക്കെ എനിക്കും കൂടുതൽ പനീറും മഷ്റൂമും ഒക്കെ ഞാൻ അവിടെ പോയിട്ടാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും കുക്ക് ചെയ്യും. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പനീറും അങ്ങനെയൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല. ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ കേരള ഡിഷസ് ആണ് കുറച്ചുകൂടി ഇഷ്ടം വീട്ടിലൊക്കെ. പക്ഷെ അവിടെ പോയിട്ടാണ് എനിക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വെക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് തുടക്കം. നമ്മളെപ്പോൾ എല്ലാവർക്കും ഒരു തുടക്കം ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 22 വയസ്സിലാണ് സ്റ്റാർട്ടിങ് കുക്ക് ചെയ്യാൻ. പക്ഷെ അന്നോട്ട് കുക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെയ്ത് വന്നപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. അല്ല, ആക്ച്വലി എനിക്ക് ക്ലാസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഒരിക്കലും കുക്ക് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ഞാൻ കുക്ക് ചെയ്യൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്.
അപ്പം എൻ്റെ വീട്ടുകാർക്ക് ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ഹൗ ക്യാൻ ഷീ കുക്ക്, അവൾ അടുക്കള പോലും കയറില്ല, പിന്നെ എങ്ങനെ വെക്കും എന്ന് അവർക്ക് ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം എൻ്റെ ലൈഫിലുണ്ട്, ഞാൻ പറയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ ചോദിക്കുക, അല്ല റെസിപ്പി ഷെയർ ചെയ്യുന്നവരോട് ചോദിക്കുക, റെസിപ്പി ബുക്ക് കിട്ടും. കമോൺ ഗൈസ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, ഞാനിപ്പോൾ പറയുന്ന ഒരു കുക്കിങ്ങിൻ്റെ കാര്യമാണ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് ടേക്ക് ഇറ്റ് എസ് എ മോട്ടിവേഷൻ ടു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് അറിയാം, കുക്കിംഗ് ഇസ് ലൈക്ക് ആൻ ആർട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചേരുവ വേണമെങ്കിലും ഇടാം, ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ് പെർഫെക്റ്റ് അല്ലേ. നമ്മൾ പറയില്ലേ ഇത് കണക്ക് ഉപ്പാണ്. ഐ ഓൾവേസ് തിങ്ക് ഉപ്പുണ്ടല്ലോ, നമ്മളെ സോൾട്ട്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു പിഞ്ച് ഓഫ് ഉപ്പ് ഇട്ടാൽ നമ്മൾ ആ കറി ഫ്ലോപ്പും ആവും, അതേ കണക്ക് തന്നെ ലൈക്ക് എന്താ പറയുക, ലൈക്ക് എൻഹാൻസും ആവും അല്ലേ. എൻഹാൻസിൻ്റെ മലയാളം എന്താ പറയുക, മേ ബി അത് എൻഹാൻസ് ആവുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാവും. അതെ, സോ അതാണ് ഒരു ഇത്, അതാണ് അത് മനസ്സിലാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം എനിക്ക് ചില സമയത്ത് എന്ന് പറയുമ്പോൾ എല്ലാ കുക്ക് ചെയ്യുമ്പോഴും എല്ലാവരും ഹിറ്റ് ആവണമെന്നില്ല. ചില സമയത്ത് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സാധനങ്ങൾ കരിഞ്ഞു പോകാറുണ്ട്. ചില സമയത്ത് അത് ഞാൻ വീഡിയോ ഇടാറില്ല, കാരണം കരിഞ്ഞു പോയ സാധനം ഇടാൻ പറ്റില്ലല്ലോ, കരിഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എവറി സിംഗിൾ ഡേ ഇപ്പം നമ്മൾ അടിപൊളി ആവണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. സോ അതാണ് എൻ്റെ കഥ. സോ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അന്ന് ഞാൻ വിചാരിച്ച് ഇത് വലിയ പരിപാടിയാണ്. ആക്ച്വലി ഞാൻ അന്നും വിചാരിക്കുന്നില്ല ഇത്രയൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം ഇങ്ങനെ ഒരു മീഡിയ ഉണ്ടായതുകൊണ്ട് ഐ ക്യാൻ ഷെയർ മൈ വ്യൂസ്, റൈറ്റ്. അതുകൊണ്ടാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്നെ കൊണ്ട് പറ്റുമോ, കുക്ക് ചെയ്യാൻ പറ്റുമോ, എവറി സിംഗിൾ ഡേ പറ്റുമോ എന്നൊക്കെ തോന്നുന്നവർ, അതോ ഇനി വെറൈറ്റി കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരോട് ഐ എം ടെല്ലിങ് യു സ്റ്റാർട്ട് ഗൈസ്. ഒന്നും പേടിക്കേണ്ട, യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ ചോദിക്കുക, ട്രൈ ഇറ്റ്. ഒരു ഗ്യാസ് കുറ്റിയും എനിക്ക് തോന്നുന്നു ഒരു പാത്രവും മതിയായിരിക്കും തുടങ്ങാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു ഗൈസ്. ആൻഡ് വൺ മോർ തിങ്, നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെയാണ് പ്രാക്ടീസ്. ആക്ച്വലി ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ലൈക്ക് എന്തോ തോന്നുന്നത്, ഷെടേ ഞാനൊക്കെ ഒരു കുക്കോ എന്ന് ഞാൻ തോന്നാറുണ്ട്. എനിക്ക് ലിറ്ററലി അങ്ങനെ തോന്നും, നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ നൈസ് എന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റോറി, റിയൽ സ്റ്റോറി ഇതാണ്. യെസ്. പിന്നെ ഒരു മേ ബി എനിക്ക് ഭയങ്കര കുക്കാവാൻ മേ ബി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ജെനറ്റിക്സ് ഉണ്ടാവും. കാരണം വീട്ടിലെല്ലാവരും നല്ല കുക്ക് ചെയ്യുമല്ലോ, അച്ഛനും അമ്മയൊക്കെ നല്ല അത്യാവശ്യം നല്ലപോലെ കുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇനി ജെനറ്റിക്സ് വഴി വരുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ആണെങ്കിൽ മേ ബി അങ്ങനെ ആയിരിക്കും, കാരണം അതുകൊണ്ട് നല്ലപോലെ വെക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഈ മടിയാണ്. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മൾ സറൗണ്ട് ചെയ്യാൻ വേണ്ടി, ഇവരൊക്കെ ഇത്ര ആളുള്ളപ്പോൾ എനിക്ക് മടിയാണ് ചെയ്യാൻ. വൺസ് യു പുട്ട് ഇൻ ടു പ്ലേസ് വെർ യു ഹാവ് ടു ഡു ദ തിങ്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തല്ലേ പൊട്ടു. അപ്പോൾ ആ സമയത്ത് അങ്ങ് ചെയ്യും. നമ്മൾ ഇച്ചിരി മെനക്കെട്ടാലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയത്തില്ല, ആ സെറ്റപ്പ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് മടിയൊക്കെ അങ്ങ് മാറും. ആദ്യമൊക്കെ മടിയൊക്കെ ആയിരുന്നു, പക്ഷേ ലൈക്ക് നമുക്ക് ആദ്യം ഒരു സ്ട്രബിൾ ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ആൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം വേറെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വെറൈറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, വെറൈറ്റി കുക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ബട്ട് താങ്ക്സ് ടു മൈ ഹസ്ബൻഡ്, ബിക്കോസ് വരുണിന് ഓക്കെയാണ്. വരുണിന് നമ്മൾ ഫുഡ് കഴിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തുണ്ടാക്കിയാലും ആൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി പോരായക്കുറവുണ്ടെങ്കിൽ അത് പറയും. പക്ഷെ അല്ലാതെ ലൈക്ക് എന്താ പറയുക, നീ അങ്ങനെ ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയൊന്നും പറയാറില്ല. അപ്പം എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായതുകൊണ്ട് ഐ ക്യാൻ ഡു എനിത്തിങ്. മനസ്സിലായോ? കുക്കിങ്ങിൻ്റെ സെഷൻ നിനക്ക് എങ്ങനെ വേണോ ട്രൈ ചെയ്യാം. ഹീസ് ഗോൺ പാടില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്യാവശ്യം ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്മോൾ ജേർണി. അപ്പോൾ ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ബൈ ബൈ. ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ് ഹൂ റിയലി വോണ്ട് ടു കുക്ക്. പക്ഷേ ഭയങ്കര മടി. ഈ സ്റ്റോറി മോട്ടിവേറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം.